ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ വീണ്ടും നമ്മളുടെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം അതിന് മുമ്പ് ഒന്ന് രണ്ട് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സബ്ജക്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര ലളിതമായി മനസ്സിലാവുന്ന രീതിയിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. അപ്പം നിങ്ങളതിലേക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിലും ചിലരിൽ അത് അങ്ങനെ കാര്യമായിട്ട് അവരെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നായികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ശരിയായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ശരിയായ രീതിയിൽ തന്നെ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. അതിനുള്ള പക്വതയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഈ ഒരു ഇയറിൽ കാഴ്ചവെക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാവുള്ളൂ. നമ്മളുടെ ഡിഗ്രി അത്രയും മോശപ്പെട്ട ഡിഗ്രി ഒന്നുമല്ല കേട്ടോ. ഈ ഡിഗ്രി നല്ല രീതിയിൽ തന്നെ നമുക്ക് പാസ് ഔട്ട് ആവണം. അതിന് നിങ്ങൾ മാത്രം ശ്രമിച്ചാലേ പറ്റുള്ളൂ. ഞങ്ങളോ നിങ്ങളുടെ പാരൻസോ എന്ത് ശ്രമിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ മനസ്സ് വയ്ക്കണം. അപ്പം അങ്ങനെ മനസ്സിരുത്തി കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതെന്നല്ല എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാവി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ആരും നമ്മളെക്കുറിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സ്വയമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ എത്ര കണ്ട് മനസ്സിരുത്തി റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. അതാണ് ഒരു ജീവിത ലക്ഷ്യം, ജീവിത വിജയം എന്നൊക്കെ പറയുന്നത്. സോ ആ രീതിയിൽ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആശംസയോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഈ പറയുന്ന എമേർജിങ് ട്രെൻഡ്സിൽ ആദ്യത്തെ മോഡ്യൂളായിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിൽ സപ്ലൈ ചെയിൻ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളതും മാർക്കറ്റിങ്ങിൽ നിന്നാണ് അത് വന്നതെന്നുള്ളതും സപ്ലൈ ചെയിൻ്റെ ഡെഫിനിഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ, പിന്നെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ മാനേജ്മെൻറ്റ് ഉൾക്കൊള്ളുന്നതാണെന്നും അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഫസ്റ്റ് സെഷനിൽ. രണ്ടാമത്തെ അതായത് ഇന്നലത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സപ്ലൈ ചെയിനിലെ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള ഫ്ലോ എന്തൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സപ്ലൈ ചെയിൻ കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടും രണ്ട് നമ്മളുടെ സപ്ലൈ ചെയിനിലെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടുമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കൺസെപ്റ്റ്സ് 2 മാർക്സിനായിട്ട് ഓരോ കൺസെപ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാ കൺസെപ്റ്റ്സും 4 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും 4 മാർക്കിനോ എസ്സേയോ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ സിമ്പിളാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഒരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിസിനസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഏതൊക്കെ ബിസിനസ് ആ രീതിയിൽ വരുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ലീഡിങ് കമ്പനീസിൽ ഉണ്ട്. സപ്ലൈ ചെയിൻ ബിസിനസ് നടത്തുന്ന ഒരുപാട് ലീഡിങ് കമ്പനീസ് ഉണ്ട്. അതിൽ 1-2 കമ്പനീസിനെ കുറിച്ച് നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കാം. അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് TCIL, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. പിന്നെ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഫെഡെക്സ്, DTDC, പിന്നെ സൺഡേ കാർട്ട്, അങ്ങനെയുള്ള ഒരുപാട് സപ്ലൈ ചെയിൻ ബിസിനസ് കൺസേൺസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പം ഈ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഈ സപ്ലൈ ചെയിൻ ടെക്നിക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻസ് അല്ലെങ്കിൽ ഐഡിയയോട് കൂടിയിട്ടായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം
നമ്മുടെ സപ്ലൈ ചെയിൻ ടെക്നിക്കിന് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഈ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻസ് അല്ലെങ്കിൽ ആ ഐഡിയാസിനെയാണ് നമ്മൾ കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഇപ്പം സപ്പോസ് ഫെഡെക്സിൽ അവർ സപ്ലൈ ചെയിൻ ഓർഗനൈസേഷനാണ്. അവർ ആ സപ്ലൈ ചെയിൻ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്ലാൻ അല്ലെങ്കിൽ ഐഡിയ വെച്ചുകൊണ്ടാണ്. നമുക്ക് സപ്ലൈ ചെയിനിലുള്ള സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഇന്ന രീതിയിൽ നമുക്ക് ആവാം. ഓക്കെ, സോ അങ്ങനെയുള്ള ആ പ്ലാൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാൻസ് അല്ലെങ്കിൽ ഐഡിയാസിനെ നമുക്കിവിടെ മെയിനായിട്ടും 4 തരത്തിലുള്ള കൺസെപ്റ്റായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ആ കൺസെപ്റ്റ്സ് എന്ന് നോക്കാം. ആദ്യം പറയുന്നത് സിസ്റ്റംസ് കൺസെപ്റ്റ്, സെക്കൻഡ് വൺ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്, തേർഡ് വൺ ട്രേഡ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് ഫോർത്ത് വൺ സർപ്ലസ് ഓർ പ്രോഫിറ്റബിലിറ്റി കൺസെപ്റ്റ്. നമ്മൾ ഈ മാനേജ്മെൻറ്റ് സബ്ജക്ട്സിലൊക്കെ ഒരു കാര്യം ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമുക്ക് പറയുന്ന ഓരോ ടോപ്പിക്കും ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അതിൽ മീനിങ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കുമ്പം ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ 4 കൺസെപ്റ്റും, അതായത് സിസ്റ്റംസ് കൺസെപ്റ്റ്, ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്, ട്രേഡ് ഓഫ് കൺസെപ്റ്റ് ആൻഡ് സർപ്ലസ് ഓർ പ്രോഫിറ്റബിലിറ്റി കൺസെപ്റ്റ്, ഈ 4 കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം വരുന്നത് സിസ്റ്റംസ് കൺസെപ്റ്റാണ്. എന്താണ് സിസ്റ്റംസ് കൺസെപ്റ്റ്? ഇപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണത്? നമ്മുടെ സപ്ലൈ ചെയിനിലെ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അതിൽ ആരൊക്കെയാണ് വരിക? സപ്ലയർ വരുന്നുണ്ട്, മാനുഫാക്ചർ വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഹോൾസെയിലർ, പിന്നെ നമ്മുടെ വെയർഹൗസർ, ട്രാൻസ്പോർട്ടേഴ്സ്, റീറ്റെയിലേഴ്സ്, കസ്റ്റമേഴ്സ്, പിന്നെ ഫിനാൻഷ്യൽസ് വരുന്നുണ്ട് പറഞ്ഞു, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്താണ്? ആ കമ്പണൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആണ്. ഓക്കെ, സോ കമ്പണൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് പിന്നീട് ഞാൻ നമ്മുടെ ടോപ്പിക്കിൽ എവിടെ പറഞ്ഞാലും അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നെത്തേണ്ടത് ഈ ആൾക്കാരൊക്കെയാണ്. ആരൊക്കെയാണ്? സപ്ലയേഴ്സ്, മാനുഫാക്ചറേഴ്സ്, ഹോൾസെയിലേഴ്സ്, വെയർഹൗസേഴ്സ്, ട്രാൻസ്പോർട്ടേഴ്സ്, റീറ്റെയിലേഴ്സ്, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഓക്കെ, സോ അവിടെ കസ്റ്റമർ ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടിസിപ്പൻസും ഒരുമിച്ച് ആ കസ്റ്റമറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ അല്ലേ? അപ്പം ഈ പറയുന്ന സിസ്റ്റം കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനും ഒറ്റ ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുക. അതാണ് സിസ്റ്റംസ് കൺസെപ്റ്റ്. ഒറ്റ ഒരു സിസ്റ്റം, ടു ആൻഡ് ഫ്ലോ ഉണ്ടാവും സിസ്റ്റത്തിൽ. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്ലോ അല്ലേ? ഇപ്പം നമ്മളെ ബോഡി എടുക്കുക, ബോഡിയിൽ നമുക്ക് ഒരുപാട് സിസ്റ്റം ഉണ്ട് അല്ലേ? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം അല്ലേ? അപ്പോൾ എന്താണ്? അതിൽ ഒരു ടു ആൻഡ് ഫ്ലോ ഉണ്ട് അല്ലേ? ഒരു സർക്കിൾ ഇതിൽ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ സിസ്റ്റം ആണെങ്കിലും അതേപോലെ സർക്കിൾ ഫ്ലോ. അപ്പം സപ്ലൈ ചെയിനിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും ചേർന്നിട്ട് ഒരു സിസ്റ്റം ഫോം ചെയ്യുക. ഇപ്പോൾ ചില സപ്ലൈ ചെയിൻ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്താണ് ഈ ഐഡിയയിലാണ് സപ്ലൈ ചെയിൻ ടെക്നിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അല്ലേ? സോ അക്കോർഡിംഗ് ടു സിസ്റ്റംസ് കൺസെപ്റ്റ്, all the components or participants of a supply chain business act as a single system. ഒരു സിംഗിൾ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, സോ സിംഗിൾ സിസ്റ്റമായിട്ട് ആക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു? അവർക്കെല്ലാവർക്കും ഒരു കോമൺ ഗോള് ഉണ്ടാവും. ആ കോമൺ ഗോൾ ഇവിടെ എന്താണ്? നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ കോമൺ ഗോള് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് എത്ര മാക്സിമം കൊണ്ടുവരാൻ പറ്റും, ആ ഒരു എയിമിലേക്ക് അവർ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സപ്ലൈ ചെയിനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കമ്പണൻസും എന്ത് ചെയ്യണം? ഈക്വലി ഇൻവോൾവ് ആയിട്ട്, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട്, എഫിഷ്യൻ്റായിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഒരു സിസ്റ്റമാണ് അവിടെ. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആ സപ്ലൈ ചെയിൻ ബിസിനസ് എന്നുള്ള ആ സിസ്റ്റത്തിലേക്ക് മാക്സിമം പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവരണം. ഓക്കെ, സോ അതാണ് ഈ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ സിസ്റ്റംസ് കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്.
ഓക്കെ, ഈ സിസ്റ്റം കൺസെപ്റ്റിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സിസ്റ്റംസ് കൺസെപ്റ്റിൽ എല്ലാ കമ്പണൻസും തമ്മിൽ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പണൻ്റെ ആക്ടിവിറ്റിയുടെ ഇമ്പാക്റ്റ് മറ്റുള്ള കമ്പണൻറ്റിൻ്റെ ആക്ടിവിറ്റിയിൽ ഉണ്ടാവും. ഞാൻ എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്. ദ ആക്ടിവിറ്റി ഓഫ് മാനുഫാക്ചറർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ടിവിറ്റി ഓഫ് ദ സപ്ലയർ, അല്ലേ? അപ്പം മാനുഫാക്ചറുടെ ആക്ടിവിറ്റി സപ്ലയറുടെ ആക്ടിവിറ്റി ആയിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈയിൽ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ റീറ്റെയിലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ടിവിറ്റി ഓഫ് ദ ട്രാൻസ്പോർട്ടർ ഫോർ ദ പ്ലേസ് യൂട്ടിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായ സമയത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടർ പ്രോഡക്റ്റ് എത്തിച്ചാൽ മാത്രമേ റീറ്റെയിലർക്ക് അത് കൃത്യമായിട്ട് കസ്റ്റമറിന് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ട്രാൻസ്പോർട്ടറിൻ്റെ ആക്ടിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റീറ്റെയിലർ കഴിയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ കമ്പണൻസിൻ്റെ ആക്ടിവിറ്റിക്ക് മറ്റുള്ള കമ്പണൻസിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് ഇമ്പാക്ട്സ് ഉണ്ടാവും. സോ ഈ രീതിയിൽ എല്ലാ കമ്പണൻസും സപ്ലൈ ചെയിനിൽ ഒരു സിസ്റ്റമായി നിന്നുകൊണ്ട് പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ കൊണ്ട് അവർക്ക് നല്ല ഒരു ബിസിനസ്, സപ്ലൈ ചെയിൻ ബിസിനസ് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാ ഈ ടോപ്പിക്സിൻ്റെ നെയിമിങ്ങും അതിൻ്റെ ആ വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്ക് ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്, കോസ്റ്റ്, ചിലവ്, അല്ലേ? ഇപ്പം നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കമ്പണൻസിനും അവരുടെ അതായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതിനുള്ള ചിലവുണ്ട്, അല്ലേ? സപ്ലയർക്ക് ചിലവുണ്ട്, മാനുഫാക്ചർക്ക് ചിലവുണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ചിലവുണ്ട്. സോ അക്കോർഡിംഗ് ടു ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കമ്പണൻസിനും ഉണ്ടാവുന്ന കോസ്റ്റിനെ ടോട്ടലാക്കിക്കൊണ്ട് ആ ടോട്ടൽ കോസ്റ്റിനെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം, അങ്ങനെ നമ്മൾ കാണുന്നതാണ് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെ അത് മിനിമൈസ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റിലുള്ള ഐഡിയ. അപ്പം അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദ സപ്ലൈ ചെയിൻ ബിസിനസ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഓവറോൾ ഒബ്ജക്റ്റിവിറ്റി ഓഫ് മാക്സിമം പ്രോഫിറ്റ് ഓൺലി ഇഫ് ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ ഓൾ കമ്പണൻസ്. എല്ലാ കമ്പണൻസിൻ്റെയും ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ട് അതെങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാമെന്ന് കണ്ടുകൊണ്ട് അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. whenever the supply chain activity are planned and executed, the overall cost should be kept in the minimum. അപ്പം ആ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുന്ന എല്ലാ കമ്പണൻസും അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന കോസ്റ്റ്, ഈ കോസ്റ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത്, കാരണം ഇവർക്കൊക്കെ ഈ കോസ്റ്റ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കോസ്റ്റുകളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അതിനെ നമുക്ക് ഏറ്റവും മിനിമം എങ്ങനെയാക്കാമെന്ന് ശ്രമിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് സ്വാഭാവികമായിട്ട് കൂടും. അപ്പം സിസ്റ്റം കൺസെപ്റ്റ് ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ചില ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ കൺസെപ്റ്റിൽ നമുക്ക് കൺസെപ്റ്റ്സിന് ഇന്ന ഓർഗനൈസേഷൻ ഇന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പ്രാക്ടിക്കൽ നമുക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം ഐഡിയലാണ്. അപ്പം ഇൻ പ്രാക്ടിക്കൽ മിക്ക ഓർഗനൈസേഷൻസും ഈ പറയുന്ന കൺസെപ്റ്റ്സിൻ്റെയൊക്കെ ഒരു മിക്സപ്പാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന കൺസെപ്റ്റ് ഇന്ന ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്നു എന്ന് അവിടെ പറയുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കൂ, ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ് എല്ലാ കമ്പണൻസിൻ്റെയും കോസ്റ്റ് നമ്മൾ ടോട്ടലൈസ് ചെയ്ത് അത് മിനിമൈസ് ചെയ്ത് അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ എല്ലാ കമ്പണൻസിൻ്റെയും കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യണമെങ്കിൽ, ടോട്ടലൈസ് ചെയ്ത് മിനിമൈസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരൊരു സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യണ്ടേ? അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റിൽ നമ്മുടെ സിസ്റ്റം കൺസെപ്റ്റ് കൂടി ഇൻവോൾവ് ആണ്. ഓക്കെ, സോ അതാണ് ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രേഡ് ഓഫ് കൺസെപ്റ്റാണ്. അതിൻ്റെ വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്ക് എന്താണ് ട്രേഡ് ഓഫ് കൺസെപ്റ്റ് എന്നുള്ളത് അറിയാം. ട്രേഡ് ഓഫ്, ചില ട്രേഡിങ് ആക്ടിവിറ്റി വേണ്ടാന്ന് വയ്ക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള കമ്പണൻസ് സപ്ലയർ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല, മാനുഫാക്ചർ വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ ആരൊക്കെ വരുന്നത്? ഹോൾസെയിലർ ഉണ്ട്, പിന്നെ നമ്മുടെ വെയർ ഹൗസസ് ഉണ്ട്, ട്രാൻസ്പോർട്ടർ ഉണ്ട്, റീറ്റെയിലർ ഉണ്ട്.
ചിലപ്പം ചില ഹോൾസെയിലേഴ്സിന് വെയർ ഹൗസിങ്ങിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും ഫെസിലിറ്റി അവർക്ക് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, വേറെ സെപ്പറേറ്റ് വെയർ ഹൗസറിനെയോ ട്രാൻസ്പോർട്ടറിനെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. ചില ഹോൾസെയിലേഴ്സിന് റീറ്റെയിലിംഗ് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്കും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ റീറ്റെയിലിംഗ് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിനിൽ നമ്മുടെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കമ്പണൻസിനെ ഒഴിവാക്കാം. ഓക്കെ, സോ അങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യപ്പെടുക ചെയ്യണേ. അതുപോലെ തന്നെ ഈ ട്രേഡ് ഓഫ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില കമ്പണൻസിൻ്റെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിങ് ഡിഫറെൻറ്റ് മൂഡ്സ് ഉണ്ട് അല്ലേ. റോഡ് വേസ് ഉണ്ട്, വാട്ടർ വേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എയർവേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ കസ്റ്റമറിന് ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിസിൻസ് എത്തിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് റോഡ് വേസോ വാട്ടർ വേസോ പോയാൽ അത്ര സ്പീഡാവില്ല. ഫാസ്റ്റസ്റ്റ് ആയിട്ട് എയർവേസ് തന്നെ പോകണം. അപ്പോൾ എമർജൻസി ആയിട്ട് അവിടെ നമ്മൾ ആ കാസ്റ്റ് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എയർവേസ് തന്നെ ഈ സംഭവം എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, സോ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. എന്താണ്, കോസ്റ്റ് കൂടുന്നുണ്ട്. പക്ഷേ ആ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ എഫിഷ്യൻസിയാണ് അവിടെ കാണിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെയർ ഹൗസിങ്, ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല വെയർ ഹൗസ് വയ്ക്കുന്നതിലും നല്ലത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെയർ ഹൗസ് വയ്ക്കുക. പക്ഷേ അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വെയർ ഹൗസ് വയ്ക്കുമ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് ആ വെയർ ഹൗസിൽ നിന്ന് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡിലേ വരാം. അതും ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. സോ വാട്ട് എവർ നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് ചെയ്യുക, സോ ദാറ്റ് അതൊരിക്കലും നമ്മളുടെ ക്വാളിറ്റീനെ ബാധിക്കരുത്. ഓക്കെ, സോ ക്വാളിറ്റിയെ ബാധിക്കാതെ ആ ക്വാളിറ്റി നമ്മൾ കറക്റ്റായിട്ട്, ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല, ക്വാളിറ്റി കറക്റ്റായിട്ട് തന്നെ നമ്മൾ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ട്രേഡ് ഓഫ് ചെയ്യേണ്ടത്. അതിനുള്ള ഐഡിയലായിട്ടുള്ള കോമ്പിനേഷൻസ് നമ്മൾ പ്ലാൻ ചെയ്ത് ഫോം ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ട്രേഡ് ഓഫ് കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. പക്ഷേ അതിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ഒരു ഓൺലൈൻ പർച്ചേസിങ് നടത്തി, തൃശ്ശൂരുള്ളൊരു കസ്റ്റമറാണ് അത് നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ എന്തായി, ഓർഡർ ചെയ്തു. അപ്പം ആ പ്രോഡക്റ്റ് അതിൻ്റെ പ്ലേസ് യൂട്ടിലിറ്റി നോക്കിക്കഴിയുമ്പോൾ അതിപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർ ഈ സംഭവം എത്തിക്കണം അല്ലേ. അപ്പോൾ കൊറിയർ സർവീസാണ് അതിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. അപ്പം കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള കൊറിയർ സർവീസ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായി, ഈ തൃശ്ശൂർക്ക് ആ സമയത്ത് വേറെ കൊറിയർ സർവീസ് ഒന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം ആ കൊറിയർ സർവീസിലേക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കോസ്റ്റ് കൂടുക ചെയ്യണേ. അപ്പോൾ നോക്കുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു കൊറിയർ സർവീസ് ബൾക്കായിട്ട് കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ കാലിക്കറ്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മളുടെ ഈ സപ്ലൈ ചെയിൻ ബിസിനസ് പേഴ്സൺ എന്ത് ചെയ്തു, തൃശ്ശൂരിലേക്കുള്ള ആ കമ്മോഡിറ്റി ആ കൊറിയർ സർവീസിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓക്കെ, സോ ഈ കൊറിയർ സർവീസ് കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് തിരിച്ച് കാലിക്കറ്റിലേക്ക് പോകുമ്പോൾ വയ തൃശ്ശൂരാണ് പോകുന്നത്. അപ്പം ആ തൃശ്ശൂർ പോകുന്ന സമയത്ത് തൃശ്ശൂർ ഈ പറയുന്ന കസ്റ്റമറിന് എത്തിച്ചു കൊടുത്തിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ എന്തായി, നമുക്ക് തൃശ്ശൂർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കൊറിയറിൻ്റെ കോസ്റ്റ് കുറയുക ചെയ്യണത്. അല്ലെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകണ വഴിയും അതും തൃശ്ശൂർ വഴിയാണല്ലോ. അപ്പോൾ തൃശ്ശൂർ ഇവിടെ കൊടുത്തിട്ട് അങ്ങ് പോവാണ്. അപ്പോഴും കൊറിയർ സർവീസ് ലാഭമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ട്രേഡ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അതാണ് ട്രേഡ് ഓഫ് കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് സർപ്ലസ് ഓർ പ്രോഫിറ്റബിലിറ്റി കൺസെപ്റ്റാണ്. എന്താണ് സർപ്ലസ് ഓർ പ്രോഫിറ്റബിലിറ്റി കൺസെപ്റ്റ്?
നമുക്കറിയാം എല്ലാ സപ്ലൈ ചെയിൻ ബിസിനസ്സും മറ്റുള്ള സാധാരണ ബിസിനസ്സിനെ പോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇവിടെ നമ്മളുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള എല്ലാ കമ്പണൻസും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും, അത് സർപ്ലസ് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റവന്യൂ ആൻഡ് ദ കോസ്റ്റ്, ഇല്ലേ? ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് സർപ്ലസ്. സർപ്ലസ് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ് ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ കമ്പണൻസ്. സോ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? നമ്മളുടെ പ്രോഫിറ്റ്. അതിനെ മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളുടെ കോസ്റ്റ് എത്ര കണ്ട് കുറയ്ക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക. അതിനെന്തൊക്കെ ഉപാധിയുണ്ടോ ആ ഉപാധികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സർപ്ലസ് കൂട്ടാണ് ചെയ്യുക. അതിനെയാണ് പ്രോഫിറ്റബിലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ സർപ്ലസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പല ബിസിനസ് ട്രാൻസാക്ഷൻസും നമ്മൾ ക്ലബ് ചെയ്യിക്കും. ഓക്കെ, ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഇപ്പം നമുക്ക് ഒരു 3-4 കസ്റ്റമേഴ്സിന് കമ്മോഡിറ്റി കൊടുക്കണം. അത് ഒരു സ്ട്രെച്ചിൽ തന്നെ നമ്മൾ പോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയാണ്, സർപ്ലസ് കൂടുകയാണ്, അപ്പോൾ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സർപ്ലസ് കൂട്ടാം. സോ 4 നമ്മളുടെ കൺസെപ്റ്റ്സ് നമ്മൾ കണ്ടു. സിസ്റ്റംസ് കൺസെപ്റ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റ്, പിന്നെ ട്രേഡ് ഓഫ് കൺസെപ്റ്റ്, പിന്നെ സർപ്ലസ് കൺസെപ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ ആണ്. അപ്പം നമ്മൾ ആ കൺസെപ്റ്റിൽ ഫൈനൽ ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പണൻസ് ഓഫ് ദ സപ്ലൈ ചെയിൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സപ്ലൈ ചെയിൻ കോസ്റ്റ് ആൻഡ് ദെയർബൈ ടു ഇൻക്രീസ് ദ സപ്ലൈ ചെയിൻ പ്രോഫിറ്റബിലിറ്റി. സപ്ലൈ ചെയിൻ പ്രോഫിറ്റബിലിറ്റി ഈസ് ദ ടോട്ടൽ ഓഫ് പ്രോഫിറ്റ് ജനറേറ്റഡ് ബൈ ഓൾ കമ്പണൻസ് ഓഫ് ദ സപ്ലൈ ചെയിൻ. എല്ലാ കമ്പണൻസും ഏൺ ചെയ്യുന്ന പ്രോഫിറ്റാണ് നമ്മുടെ സർപ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളുടെ സപ്ലൈ ചെയിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് ഈ സപ്ലൈ ചെയിൻ്റെ the basic objective of supply chain is to reduce the cost and improve the quality of customer service. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മുടെ കസ്റ്റമറിൻ്റെ സർവീസിലുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അതിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ സപ്ലൈ ചെയിനിൽ ഫോം ചെയ്യുന്നത്? അതിൽ ആദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്? പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. എവിടെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. The supply chain management profitability refers to the difference between the revenue collected from the customers and the total cost incurred for various supply chain activities. നമ്മൾ നേരത്തെ കണ്ടതാണ്. റവന്യൂസ് ഈസ് ഈക്വൽ ടു എന്താണ്? സർപ്ലസ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മളുടെ ഈ കമ്പണൻസ് ഓഫ് സപ്ലൈ ചെയിനിൽ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. സോ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ത്രൂ ഔട്ട് ദ പ്രോസസ് ഓഫ് സപ്ലൈ ചെയിനിൽ ഇതുപോലെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളത് ടോട്ടൽ ഓഫ് ദീസ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ സപ്ലൈ ചെയിൻ കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഓരോ കമ്പണൻസിനും എത്ര കോസ്റ്റ് വരുന്നു അതിനെ നമ്മൾ ടോട്ടലൈസ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. ആ ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സർപ്ലസ് റവന്യൂ ഓവർ ദ സപ്ലൈ ചെയിൻ കോസ്റ്റ് ഇസ് ദ സപ്ലൈ ചെയിൻ പ്രോഫിറ്റബിലിറ്റി. അപ്പം റവന്യൂ നമ്മുടെ കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പ്രൈസ് അതും സപ്ലൈ ചെയിൻ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒബിലിറ്റിയിൽ the efficient supply chain management reduces the cost of the operation and increases the profitability. എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യും. The higher the supply chain profitability, the more successful is the supply chain management business. എത്ര കണ്ട് പ്രോഫിറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ചാണ് നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ സക്സസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. വേസ്റ്റ് ഓഫ് എനി കൈൻഡ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് എന്താണ് പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്ങിലാണ് വേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പം ഈ പറയുന്ന
മാനുഫാക്ചറിങ്ങിൽ നമ്മുടെ പ്രൊഡക്ഷനിൽ വേസ്റ്റ് കൂടുതലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുക ചെയ്യുക. അപ്പോൾ അത് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. ഇങ്ങനെ പ്രൊഡക്ഷനിൽ ഏതൊക്കെ രീതിയിലാണ് വേസ്റ്റ് ഉണ്ടാവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെ വരുമ്പോൾ, lack of planning, lack of production planning and lack of production scheduling, ഇതുകൊണ്ട് എന്തുണ്ടാവാം, വേസ്റ്റേജ് വരാം. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്? ഒരേ വർക്ക് തന്നെ രണ്ടുപേര് ചെയ്യുക. ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, വീണ്ടും അടുത്ത ആളും അതുതന്നെ ചെയ്യാതെ അറിയാതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമ്മൾ റോ മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എംപ്ലോയി എന്ത് ചെയ്തു, അവിടെ ചെന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന റോ മെറ്റീരിയലിൻ്റെ അവിടെ നിന്ന് ആ റോ മെറ്റീരിയൽ എവിടേക്കാണ് എത്തിക്കേണ്ടത് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റേർണലി ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി മൂവ് ചെയ്തു. ഓക്കെ, വേറൊരു എംപ്ലോയി ഇത് അറിയാതെ അയാളും എന്ത് ചെയ്തു, സ്റ്റോക്കിൽ പോയിട്ട് അവിടെ നിന്ന് അതേ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എടുത്ത് വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ മൂവ് ചെയ്തു. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്തു, ഡബിൾ ക്വാണ്ടിറ്റി മൂവ് ചെയ്തു. വേസ്റ്റാണത്. പിന്നെ ക്രോസ് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ പ്രോപ്പറായിരിക്കണം നമ്മുടെ ഓർഗനൈസേഷനിൽ, പ്രൊഡക്ഷനിൽ പ്രത്യേകിച്ചും നമ്മളുടെ കമ്പണൻസ്, ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിരിക്കണം, പെർഫെക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അത് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റി മൂവ് ചെയ്താലും വേസ്റ്റേജ് ഉണ്ടാവും. അതാണ് ക്രോസ് മൂവ്മെൻറ്റ്സ്. പിന്നെ ക്യാരിങ് ഓഫ് എക്സസീവ് ഇൻവെൻട്രീസ്. നമ്മൾ അളവിൽ കവിഞ്ഞിട്ടുള്ള ഇൻവെൻട്രീസ് ക്യാരി ചെയ്താലും വേസ്റ്റ് ആവും, ചിലപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. So, an efficient supply chain management seeks to reduce waste by proper planning and controlling of all activities related to procurement, storing, production and distribution. അപ്പം ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിസിനസ് എന്താ ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങും കോർഡിനേഷനും കൺട്രോളിങ് കൊണ്ടുവരുന്നുണ്ട്. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ, അത് സ്റ്റോർ ചെയ്യുമ്പോൾ, അത് പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതെല്ലാം പ്രോപ്പറാക്കിക്കൊണ്ട് നമ്മൾ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ റിഡക്ഷൻ ഓഫ് വേസ്റ്റ്, അതും നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. ഓക്കെ, ഇനി റിഡക്ഷൻ ഓഫ് ടൈം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും? സമയം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അപ്പം ഇവിടെ സമയം ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കസ്റ്റമറിൻ്റെ ഓർഡർ എത്തിക്കഴിയുമ്പോൾ ആ ഓർഡർ അനുസരിച്ച് അവർക്ക് നമ്മൾ ആ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ സമയം. അതാണ് ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് ദ ടൈം ബിറ്റ്വീൻ അക്സെപ്റ്റിംഗ് ദ ഓർഡർ ആൻഡ് ഡെലിവറിങ് ദ ഗുഡ്സ് ടു ദ കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിന് എത്ര ഷോർട്ട് ടൈമിലാണ് ചെയ്യുന്നത്, അവിടെ ആ ടൈം റിഡ്യൂസ് ചെയ്യപ്പെടണം. അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും നമ്മുടെ സപ്ലൈ ചെയിനിൽ. അതാണ്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. കാരണം ടൈം യൂട്ടിലിറ്റി എപ്പോഴാണ് വരിക. സോ ദ മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാരീഡ് ഔട്ട് ഇൻ ലെസ് ടൈം. അപ്പം ഈ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറും എന്ത് ചെയ്യും, വളരെ ചെറിയ സമയത്ത് തന്നെ നമുക്ക് ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. സോ സ്പീഡി ഡെലിവറി ചെയ്യാനും അതുപോലെ അപ്പോൾ സ്പീഡി ഡെലിവറി പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് കുറേ നേരത്തേക്ക് ഇൻവെൻട്രി സ്റ്റോക്ക് വെക്കേണ്ടതില്ല. അപ്പോൾ ഇൻവെൻട്രി റെഡ്യൂസ് ചെയ്തുകൊണ്ട് സ്പീഡി ഡെലിവറിയുടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ പറയുന്ന പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കാം. റിഡക്ഷൻ ഓഫ് ടൈം. റെഡ്യൂസ് ഇൻ ഡെലിവറി ടൈം ഹെൽപ്സ് ടു എൻഹാൻസ് ക്യാഷ് ഫ്ലോ ടു ഓൾ കമ്പണൻസ് ഇൻ ദ സപ്ലൈ. അപ്പോൾ നമ്മൾ വളരെ സ്പീഡി, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധനം എത്തിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കസ്റ്റമർ അപ്പം തന്നെ നമുക്ക് പേ ചെയ്യും. അപ്പോൾ ആ ഒരു ക്യാഷ് ഫ്ലോ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവാൻ ഈ റിഡക്ഷൻ ഇൻ ടൈം നമ്മളെ സഹായിക്കുന്നതാണ്. സോ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസേഷൻ, റിഡക്ഷൻ ഇൻ വേസ്റ്റ്, റിഡക്ഷൻ ഇൻ ടൈം, ഇതെല്ലാം നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ റിഡക്ഷൻ ഓഫ് കോസ്റ്റ്. ദ സപ്ലൈ ചെയിൻ ബിസിനസ് എയിം ടു റെഡ്യൂസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ ലെവൽ. ഏറ്റവും ലോവസ്റ്റിലേക്ക് നമുക്ക് കോസ്റ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? റിഡക്ഷൻ ഇൻ വേസ്റ്റ് ബൈ മിനിമൈസിങ് ഇൻവെൻട്രി. ഇപ്പം നമുക്ക് ഇൻവെൻട്രി വേണമെങ്കിൽ മിനിമൈസ് ചെയ്യാം, ആവശ്യമുള്ള സാധനം മാത്രം സ്റ്റോർ ചെയ്യുക, ആവശ്യമില്ലാത്ത സ്റ്റോർ ചെയ്യേണ്ട. റിഡക്ഷൻ ഇൻ ടൈം ബൈ ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ഓഫ് ആക്ടിവിറ്റീസ്. ഓരോ കമ്പണൻസും ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കുറയ്ക്കാം.
പിന്നെ എഫിഷ്യൻറ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, നമ്മൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, ഇതും നമ്മളുടെ കോസ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നതാണ്. ഹെൽപ്പ് എ സപ്ലൈ ചെയിൻ എൻ്റർപ്രൈസ് ടു അച്ചീവ് കോസ്റ്റ് റിഡക്ഷൻ. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ദ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ അത് നമ്മളുടെ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് ആണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് മുന്നേറി നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു ഘടകം കൂടിയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത് നമ്മളുടെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിനെ അത് സഹായിക്കുന്നു എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ്. എന്താണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് നമുക്ക് നമ്മളുടെ പ്രൊഡക്ഷനിൽ പ്രത്യേകിച്ചും എന്തൊക്കെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുമ്പോൾ ഒരിക്കലും കോസ്റ്റ് കൂടാൻ പാടില്ല, ടൈം കൂടാൻ പാടില്ല, ക്വാളിറ്റിക്ക് കോംപ്രമൈസും ഇല്ല. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കേണ്ടത്. സോ ഫ്ലെക്സിബിലിറ്റി എനേബിൾസ് ദ സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻ ടു റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ടു ദ യുണീക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. ഒരേ സമയത്ത് നമ്മൾ പല ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനെ മാനിച്ചുകൊണ്ട് നമ്മൾ ഡിഫറെൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആ കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരുവിധം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ലേസ്, അല്ലേ? നിങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും ലേസ്, ഞാനും കഴിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ലേസ് ഒറ്റൊരു പാക്കറ്റിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ലേസ് എത്ര ഫ്ലേവേഴ്സിലാണ് വരുന്നത്. അപ്പം കസ്റ്റമറിൻ്റെ ആ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് കമ്പനി എന്ത് ചെയ്തു? ഫ്ലെക്സിബിളായി. സ്പൈസി ആയിട്ടുള്ള ലേസ്, സാധാരണ ലേസ്, പിന്നെ ഈ സോസ്, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റുള്ള ലേസ്, അല്ലേ? അങ്ങനെ പല ഡിഫറെൻറ്റ് ടേസ്റ്റിൽ വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലേവേഴ്സ് അറിയില്ല. അപ്പം ഉണ്ടാക്കുന്ന ആ ചിപ്സ് എല്ലാം ഒന്ന് തന്നെ, അതിന് ഫ്ലേവേഴ്സ് മാറ്റി മാറ്റി കൊടുക്കുക, അത് ഫ്ലെക്സിബിലിറ്റിയാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ പല ഡിഫറെൻറ്റ് റെസ്പോണ്ടായിട്ട് എങ്ങനെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മുടെ ബിസിനസ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നു, അതാണ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഇവിടെ ലേസ് കമ്പനിക്കാർ അതാ ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലും നമുക്ക് ഈ രീതിയിൽ ഫ്ലെക്സിബിൾ ആവാൻ എത്രത്തോളം പറ്റും. അപ്പം ആ രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടി നന്നായിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മളായിട്ട് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സോ ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് മെയിൻ ചെയ്യുന്നത് ഇതാണ്: കസ്റ്റമൈസ്ഡ് പ്രൊഡക്ഷൻ, അതിൻ്റെ പാക്കേജിങ് ആൻഡ് ഡെലിവറി ഫോർ ഗുഡ്സ് ടു സ്യൂട്ട് ദ കസ്റ്റമേഴ്സ് ഡിമാൻഡ്. ഓരോ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അതിന് വേണ്ടതായിട്ടുള്ള പാക്കിങ്, അതുപോലെ തന്നെ ആ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന ആ കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ്. ഇനി ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സർവീസ്. ഇപ്പം നമ്മൾ പ്രോഡക്റ്റ് കൊണ്ട് മാത്രമല്ല, ആ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പം ആ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് ചില സർവീസ് ആക്ടിവിറ്റി കൂടി ചെയ്യാനുണ്ട്. ആ സർവീസ് ആക്ടിവിറ്റിയിലും നമ്മുടെ പ്രോഡക്റ്റിൽ ക്വാളിറ്റി പോലെ സർവീസ് ആക്ടിവിറ്റിക്കും എന്തുണ്ടാവണം? ക്വാളിറ്റി ഉണ്ടാവണം. അപ്പം അതിൽ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക? ടൈംലി ഡെലിവറി ഓഫ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇസ് ദ കീ ടു സക്സസ് ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. നമുക്ക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് സപ്ലൈ ചെയിൻ ബിസിനസ്സിലും, അല്ലേ? ഒരുപാട് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ടൈംലി ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ടൈംലി കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യാം. അത് നമ്മുടെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമ്മളെ പിടിച്ച് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, ടൈം ആൻഡ് കോസ്റ്റ്, റിഡക്ഷൻ ഇൻ വേസ്റ്റ്, ടൈം ആൻഡ് കോസ്റ്റ് ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് സർവീസ് ചെയ്യുമ്പോൾ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ടൈം റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സർവീസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. provided to the customers. Quick availability adds to the value of product and provides high customer satisfaction. Quick ആയിട്ടുള്ള അവൈലബിലിറ്റി കൊടുക്കുക. കസ്റ്റമർ ചോദിക്കുമ്പോഴേക്കും തന്നെ സാധനം കിട്ടുവാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. Efficiency in all activities from the procurement stage to the delivery stage results in high degree of service quality. അപ്പോൾ നമ്മൾ ആ എഫിഷ്യൻ്റായിട്ട്, അതായത് റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് തൊട്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എഫിഷ്യൻസി കാഴ്ചവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ
സർവീസിൻ്റെ ക്വാളിറ്റി വളരെ ഹൈ ഡിഗ്രിയിലായിരിക്കും. ഇതാണ് ഇംപ്രൂവിങ് ക്വാളിറ്റി സർവീസിൽ ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബിൽഡിംഗ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മൾ കോമ്പറ്റീറ്റീവ് ആവുക. കാരണം നമ്മൾ മാത്രമല്ല സപ്ലൈ ചെയിൻ ബിസിനസ് ചെയ്യുന്നത്, ഒരുപാട് നമ്മളെപ്പോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പേര് സപ്ലൈ ബിസിനസ് നമ്മളെപ്പോലെയുള്ള പ്രോഡക്റ്റ്സ് വെച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് നമ്മൾ കൂട്ടുക എന്നുള്ളത്, ഹെൽത്തി കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്ത് കൂട്ടുക. സോ ദ സപ്ലൈ ചെയിൻ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ. നമുക്ക് നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് ആൾക്കാർക്ക് നമ്മളുടെ പ്രോഡക്ട്സിലേക്കും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ട്രസ്റ്റ്, വിശ്വാസം വരും. All the components works together to improve the quality of service and reduce the total supply chain cost. എല്ലാ കമ്പണൻസും ഒത്തൊരുമിച്ച് ഒരു സിസ്റ്റമായി ആക്ട് ചെയ്ത് ഒരുമിച്ച് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. Harmony in different activities enables a concern to provide speedy delivery of customer service with high quality and reasonable cost. നമ്മൾ എല്ലാ കമ്പണൻസും സപ്ലൈ ചെയിനിൽ വളരെ ആത്മാർത്ഥമായിട്ട് നല്ലൊരു ഹാർമണിയോട് കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഡക്റ്റ്സ് വളരെ സ്പീഡി ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റും. So, efficient supply chain management enables a company to provide the customer service in a better way than that of the competitors. അപ്പോൾ ആ രീതിയിൽ നമ്മളെ കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ കോമ്പറ്റീറ്റീവായിട്ടുള്ള നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മളുടെ അഡ്വാൻറ്റേജും. സോ അത് നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ.